എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതിൽ യാത്രക്കാർ നിരവധി വിമാനത്താവളങ്ങളിൽ വലയുന്ന ഒരു സാഹചര്യം. രാവിലെ തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കണ്ണൂർ, കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങൾ റദ്ദാക്കിയത് മൂലമാണ് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടേണ്ട 4 വിമാനങ്ങൾ, കരിപ്പൂരിൽ രാവിലെ 8 മണി മുതലുള്ള 6 വിമാനങ്ങൾ എന്നിവ റദ്ദാക്കി. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കാണ് കാരണമെന്നാണ് നേരത്തെ അറിഞ്ഞതുപോലെയുള്ള സൂചന. അതേസമയം വിമാനങ്ങൾ റദ്ദാക്കിയതിന്റെ കാരണം വിമാനത്താവള അധികൃതരെ അറിയിച്ചിട്ടുമില്ല. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തും കൊച്ചിയിൽ നിന്ന് സുധീഷും ഒപ്പം തന്നെ സോണിലും ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പ്രശാന്തിലേക്കാണ്. പ്രശാന്ത്, കണ്ണൂരിലായിരുന്നു ആദ്യം ഇത്തരത്തിൽ വിമാനങ്ങൾ റദ്ദാക്കി അറിയിപ്പ് ലഭിച്ചത്. പക്ഷേ അതും ഈ യാത്രയ്ക്ക് തയ്യാറായി പുറപ്പെടാൻ വേണ്ടി യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷം മാത്രമാണ് ഇവർ അറിഞ്ഞത്. ഇവർക്ക് ഇരിക്കാനുള്ള സൗകര്യം പോലും ഒരുക്കാൻ അധികൃതർക്ക് സാധിച്ചില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. എന്നാൽ കണ്ണൂരിൽ സാഹചര്യം ശാന്തമായെന്ന് മനസ്സിലാകുന്നു. കാരണം അവിടെ നാളത്തേക്കുള്ള വിമാനങ്ങളിൽ ഇവർക്ക് മുൻഗണനാ ക്രമത്തിൽ യാത്രാ സൗകര്യം ഒരുക്കാമെന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് പ്രശാന്ത്? ലക്ഷ്മി, വലിയ പ്രതിഷേധമാണ് ഇവിടെ യാത്രക്കാർ ഉയർത്തുന്നത്. അതായത് പലരും ഈ വിവരം അറിയുന്നത് തന്നെ എയർപോർട്ടിലേക്ക് എത്തുമ്പോഴാണ്. ഇത്തരത്തിൽ ബോർഡിംഗ് പാസ് എടുത്തതിന് ശേഷമാണ് പലരോടും ഈ വിവരങ്ങൾ പറയുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ യാത്ര നിർത്തലാക്കിയതിൽ ഒരു വലിയ ബുദ്ധിമുട്ട് ഈ യാത്രക്കാരെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പലരുടെയും ഈ ഒരു നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകുവാൻ എയർ ഇന്ത്യക്ക് കഴിഞ്ഞില്ല എന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ യാത്രക്കാർ പ്രതിഷേധം ഉയർത്തുന്ന യാത്രക്കാർ പറയുന്ന വിമർശനം. ചേട്ടൻ എവിടേക്ക് പോകാൻ നിൽക്കുകയാണ്? ഞാൻ മസ്കറ്റിന് പോകാൻ നിൽക്കുമായിരുന്നു. രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയുന്നത് ടിക്കറ്റ് ക്യാൻസലാണെന്നുള്ളത്. ഒരു ഇൻഫർമേഷനോ മെസ്സേജോ ഒന്നും ഇവർ തന്നിട്ടില്ല. രാത്രി 12 മണി തൊട്ട് നടക്കുന്ന പ്രശ്നമാണ് ഇവർ ഇവിടെ വന്നതിന് ശേഷം അറിയുന്നത്. ഇവർ ലക്കേജുമായി എടുക്കുന്നവർ സ്ട്രൈക്ക് ചെയ്യുകയെന്ന്. ഇവരെന്തുകൊണ്ട് അന്നേരമെങ്കിലും ആർക്കെങ്കിലും മെസ്സേജ് ഫോൺ ഞാനിവിടെ പത്തനംതിട്ടയിൽ നിന്ന് 4,000 രൂപ മുടക്കി വണ്ടിക്കൂലി മുടക്കി ഇവിടെ ഇവിടെ വന്നിട്ട് ഇനി ഞാൻ പോയിട്ട് ഇനി 12-ാം തീയതി അവർ ഉറപ്പില്ല. അവരെനിക്ക് നമ്പർ തന്നേക്കെ വിളിച്ച് കൺഫേം ചെയ്തിട്ട് വരാൻ. അങ്ങനെ എല്ലാവർക്കും നമ്പർ എവിടേക്ക് പോകുന്നു? മസ്കറ്റിലേക്ക് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വണ്ടി പിടിച്ച് വരുക, അല്ല സ്വന്തം വണ്ടി എടുത്ത് വരുക. വാടക കൊടുത്തിട്ട് 5,000 രൂപ വാടക, 4,800 രൂപയോളം വാടക വേണം ഇവിടം വരെ വരാൻ. ഇനിയിപ്പോൾ ഇവിടെ ഇത്ര നേരം നിൽക്കുന്നു, അത്രയും നേരം ഇവിടെ എയർപോർട്ട് ടാക്സി വരെ കൊടുക്കണം. 5 മിനിറ്റ് ലേറ്റായിട്ട് വന്ന് ഇവർ നമ്മളെ കയറ്റിക്കൊണ്ട് പോകും. ഇല്ലേ ലഗേജിൽ 1 കിലോ കൂടുതലാണ് ഇവർ നമ്മളെ എക്സ്പെക്ട് ചെയ്യുക. ഒന്നും ചെയ്യത്തില്ല, റീഫണ്ടും ചെയ്യുന്നില്ല. എയർപോർട്ടിലെ അധികൃതർ എന്താ പറയുന്നത് നിങ്ങളോട്? എയർപോർട്ട് അധികൃതർ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഈ ഡേറ്റിന് വരാനാണ് പറയുന്നത്. എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഒരു വിശദീകരണം തരുന്നില്ല. അപ്പം മാനേജറാണെങ്കിൽ വെളിയിൽ വരുന്നേ ഇല്ല, അകത്ത് കയറി പോവുക ചാനലുകാരെ കണ്ടപ്പോഴത്തേക്ക്. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അയാൾ കൈ മലത്തിട്ട് പോവുകയാണ്. അത് ഈ റീഫണ്ട് 14 ദിവസം കഴിഞ്ഞ് നമുക്ക് വേണേൽ തരാം. നിങ്ങൾ വേറെ ടിക്കറ്റ് എടുത്തിട്ട് വേണേൽ പൊക്കോളാൻ. 14 ദിവസം കഴിഞ്ഞിട്ട് റീഫണ്ട്. ലക്ഷ്മി, അതാണ് യാത്രക്കാരോട് കൃത്യമായ വിവരം നൽകുവാൻ ഈ എയർ ഇന്ത്യ അധികൃതർക്കും കഴിഞ്ഞിട്ടില്ല. അതായത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിലൊരു സമരം ഉണ്ടാകുന്നത്. രാത്രി 10:45 കൂടിയാണ് ഈ ജീവനക്കാരുടെ സമരം ഉണ്ടാകുന്നത്. എന്നാൽ അതിനുശേഷവും ഈ യാത്രക്കാരോട് ഈ വിവരങ്ങൾ അറിയിക്കുവാൻ അല്ലെങ്കിൽ ഈ യാത്ര മുടങ്ങുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കുവാൻ ഇതിലേക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ്. ചേച്ചി എങ്ങോട്ടേക്കാണ് ചേച്ചി പോകുന്നത്? ഒമാനിലോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ മസ്കറ്റിലോട്ടാണ് പോകുന്നത്. ഒരു എമർജൻസി ആയിട്ടാണ് പോകുന്നത്, മെഡിക്കൽ എമർജൻസി ആയിട്ട്. ഞങ്ങൾ രാവിലെ ഒരു 5:30 ആയപ്പോൾ ഇവിടെ എത്തി. ഇവിടെ വന്നപ്പോഴാണ് പറയുന്ന ഫ്ലൈറ്റ് ക്യാൻസലായിരുന്നു. ഒരു മുന്നറിയിപ്പ് ഒന്നും വന്നിട്ടില്ല. ഇന്നലെ ബുക്ക് ചെയ്ത ഫ്ലൈറ്റാണ്, എന്നിട്ട് പോലും ഒന്നും പറഞ്ഞില്ല. പിന്നെ റീഫണ്ട് ചോദിച്ചാൽ പറയുന്നത് റീഫണ്ട് 2 വീക്സ് ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് 14-ാം തീയതി അല്ലെങ്കിൽ 17-ാം തീയതി ഉള്ളൂ. ആരെനിക്ക് ഫ്ലൈറ്റും ഇല്ല. ഇനി ഫ്ലൈറ്റ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കാശിട്ട് അറേഞ്ച് ചെയ്ത് പോകണമെന്നാണ് പറയുന്നത്. ഭയങ്കര ഇറസ്പോൺസിബിലിറ്റി ആയി സംസാരിക്കുന്നത്. റീഫണ്ട് ചെയ്തതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലേ? 2 വീക്സ് ആവുന്നാ പറയുന്നത്. അത് കിട്ടിയാലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഏതെങ്കിലും ഫ്ലൈറ്റ് കയറ്റി ഞങ്ങളെ പറഞ്ഞു വിടാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ 8:30 ഫ്ലൈറ്റ് ഉണ്ട്. ഇപ്പം വേറെ ഒന്നുമില്ല, ഒരു മെഡിക്കൽ കേസാണ്. ഞങ്ങളെങ്കിലും മാത്രം ഇപ്പം ഞങ്ങൾക്ക് ലഗേജ് കൊണ്ട് പോകണമെന്നുമില്ല. ഞങ്ങളെ മാത്രം ഒന്ന് കയറ്റി വിട്ടാലും മതി. പക്ഷെ അവർ സമ്മതിക്കുന്നില്ലേ. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ റീസൺ പറയുന്നുണ്ട്, ഹോസ്പിറ്റൽ കാര്യമാണ്, എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് അങ്ങോട്ട് പറഞ്ഞു വിടണേന്ന് പറയുന്നു. ലക്ഷ്മി, അതാണ് പല ആവശ്യങ്ങളുമായി എത്തിയവരാണ് ഈ നിൽക്കുന്നവർ പറയുന്നത്. അതായത് മെഡിക്കൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ ജോലി സംബന്ധമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുള്ളവരാണ് ഈ എയർപോർട്ടിലുള്ളത്. എന്നാൽ നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകുവാൻ ഇവർക്ക് എയർപോർട്ട്, അതായത് എയർ ഇന്ത്യ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും ഈ കൂടുതലായി ഈ യാത്രക്കാർ ഉയർത്തുന്ന വിമർശനം. അതായത് കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് ഇത്തരത്തിലൊരു പ്രശ്നം, അതായത് ജീവനക്കാരുടെ ഒരു സമരം ആരംഭിക്കുന്നത്. എന്നാൽ ആ ജീവനക്കാരുടെ സമരം ആരംഭിച്ചതിന് ശേഷവും ഇത്തരത്തിൽ
ഒരു മുന്നറിയിപ്പ് യാത്ര മുടങ്ങുമെന്ന അടക്കമുള്ള ഒരു മുന്നറിയിപ്പ് നൽകുവാൻ ഇതുവരെ ഈ എയർപോർട്ടിൻ്റെ എയർ ഇന്ത്യയുടെ അധികൃതർക്ക് കഴിഞ്ഞിട്ടുമില്ല. അത്തരത്തിൽ മറ്റ് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകുവാനോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് യാത്ര മുടങ്ങേണ്ട സാഹചര്യം ഉണ്ടായതെന്ന് അടക്കമുള്ള വിഷയങ്ങൾ ധരിപ്പിക്കുവാനായിട്ട് ഈ യാത്രക്കാരെ ധരിപ്പിക്കുവാൻ ഈ എയർ ഇന്ത്യയുടെ ജീവനക്കാർക്കും കഴിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ സമരം ഈ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുള്ളത്. പലരും ഈ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. മണിക്കൂറുകളോളം കഴിഞ്ഞ ദിവസം രാത്രിയോടെ എത്തിയവരാണ് പലരും. എന്നാൽ ഏറെ നേരം നിന്നിട്ട് പോലും ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകാതായതുപോലെ പലരും തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കുറച്ചുപേർ ഇവിടെ പ്രതിഷേധവുമായി കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഒരു നിരുത്തരവാദപരമായ ഒരു പെരുമാറ്റം എയർ ഇന്ത്യയുടെ ഭാഗത്തുണ്ടായെന്നാണ്. തീർച്ചയായും. കാരണം കണ്ണൂരിൽ നിന്നുള്ള വിമാനം യാത്രക്കാർക്ക് നാളെ പകരം സംവിധാനം ഒരുക്കാമെന്ന് അവിടെ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ സമാധാനമായി പിരിഞ്ഞു പോയി എന്നുള്ളതാണ് അവിടെ നിന്ന് ശ്രീജിത്ത് പറഞ്ഞത്. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ ഒരു സമാധാനപ്പെടാനുള്ള ഒരു അന്തരീക്ഷം യാത്രക്കാർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് പ്രശാന്ത് ഇപ്പോൾ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രശാന്ത് ഒന്ന് തുടരണേ. ഇപ്പോൾ സോണലുണ്ട് കരിപ്പൂരിലെ വിമാന സർവീസുകൾ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകാൻ. സോണൽ, അവിടെ എന്താണ് സാഹചര്യം ഇപ്പോൾ? ലക്ഷ്മി, കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്തിൽ 6 എയർ ഇന്ത്യ വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്. കരിപ്പൂരിൽ നിന്നും റാസൽ ഖൈമ, ദുബായ്, ജിദ്ദ, ദ്വാഹ, ബഹ്റിൻ, കുവൈത്ത് എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യാനിരുന്ന വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത് എന്നാണ് കരിപ്പൂരിനെ സംബന്ധിച്ച് പറയാനുള്ളത്. യാത്രക്കാരെല്ലാം തന്നെ വലയുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം മലബാറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ യാത്രക്കാർ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു വിമാനത്താവളമാണ് കരിപ്പൂർ വിമാനത്താവളം. അത്തരമൊരു സ്ഥലത്ത് എയർ ഇന്ത്യയുടെ ഈ 6 വിമാനങ്ങൾ റദ്ദാക്കിയതോടുകൂടി പ്രതിസന്ധിയിലായിരിക്കുന്നു യാത്രക്കാർ എന്ന് വേണം നമുക്ക് നോക്കിക്കാണാൻ. എന്നാൽ മറ്റു വിവരങ്ങൾ, അതായത് അധികൃതരുടെ ഭാഗത്തു നിന്ന് വിമാനാധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി യാത്രക്കാർക്കിടയിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, അപ്ഡേഷൻസ് യാത്രക്കാർക്ക് ലഭിച്ചിട്ടില്ല. കൃത്യമായിട്ട് തങ്ങൾക്ക് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തങ്ങൾ എയർപോർട്ടിൽ നിന്ന് പിരിഞ്ഞു പോകൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് അവിടെയുള്ള യാത്രക്കാരെല്ലാം തന്നെ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജീവനക്കാരുടെ പണിമുടക്ക് മൂലമാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായത് എന്നുള്ള ഒരു വിശദീകരണമാണ് ലഭിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ലക്ഷ്മി, സോണിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു റീഫണ്ട് അല്ലെങ്കിൽ പകരം സംവിധാനം അതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ എങ്ങനെയാണ്? ഇത്തരത്തിൽ ഒന്നും തന്നെ ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു വിവരം യാത്രക്കാർക്ക് അധികൃതർ നൽകിയിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഇനി യാത്ര പുനരാരംഭിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർവീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് എയർപോർട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനം ഉണ്ടാവുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ വിമാന അധികൃതർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ലക്ഷ്മി, യെസ്, ഒരുപക്ഷെ വിമാനത്താവള അധികൃതരും ഈ മിന്നൽ പണിമുടക്കിനെ കുറിച്ച് ഒരു സൂചന അവർക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം കണ്ണൂരിലായിരുന്നു ആദ്യം വിമാനങ്ങൾ റദ്ദാക്കിയത്. അവിടെ നിന്നുള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് നമുക്ക് ഈ മണിക്കൂറിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇനിയായിരിക്കും പകരം സംവിധാനം എന്താണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഈ കരിപ്പൂരിലും തിരുവനന്തപുരത്തും ഒപ്പം തന്നെ നെടുമ്പാശ്ശേരിയിലും ഒക്കെ അവിടെ നിന്നുള്ള വിവരങ്ങൾ അറിയാനിരിക്കുന്നത്. എന്തായാലും യാത്രക്കാർ വലയുകയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട, വളരെ നിർണായകമായ ആ ഒരു സാഹചര്യം. പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, ഇപ്പോൾ ഇവരോട് ഈ തിരുവനന്തപുരത്ത് പറയുന്നത് 2 ആഴ്ചയ്ക്ക് ശേഷം റീഫണ്ട്, അതും ഒരുപക്ഷെ യാത്രക്കാർക്ക് അത് കിട്ടിയാൽ കിട്ടി എന്നൊക്കെയാണ് യാത്രക്കാർ പറയുന്നത്. ഈ ഒരു മെഡിക്കൽ ആവശ്യവുമായി വന്നവർക്ക് പോലും ലഗേജ് ഒന്നുമില്ലാതെ ഞങ്ങൾ യാത്ര ചെയ്തു കൊള്ളാം എന്ന് പറയുന്നവർക്ക് പോലും അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഒരുക്കി കൊടുക്കാൻ തിരുവനന്തപുരത്ത് വിമാനത്താവള അധികൃതർക്കോ വിമാന കമ്പനി ജീവനക്കാർക്കോ അധികൃതർക്കോ ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല പകരം ഒരു വിമാനവും ഇനിയും ഏതാണ്ട് 2 ആഴ്ചയോളം സമയമെടുക്കും പകര സംവിധാനം എന്നൊക്കെയല്ലേ ഇപ്പോൾ ലഭിക്കുന്നത്. അതെങ്ങനെ പ്രാവർത്തികമാകും, അല്ലെങ്കിൽ യാത്രക്കാർക്ക് അത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ്. ലക്ഷ്മി, യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ പകരം വിമാനം എന്നതും അതൊരു പ്രായോഗികമായ രീതിയിലല്ല, ഈ പ്രായോഗികമായ ഒരു സമീപനമല്ല ഈ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതും എയർ ഇന്ത്യ നിശ്ചയിക്കുന്ന ഒരു ഡേറ്റിൽ വിമാനം യാത്രയ്ക്കുള്ള ടിക്കറ്റ് നൽകാമെന്ന രീതിയിലുള്ളൊരു സമീപനമാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ചില ജോലി സംബന്ധമായ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ മെഡിക്കൽ എമർജൻസി, ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ
വിഷയങ്ങൾ, അങ്ങനെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഈ UAE അടക്കമുള്ള വിവിധ രാജ്യങ്ങളിലേക്കുള്ള യാത്ര തിരിക്കുന്നത്. എന്നാൽ അത് മുടങ്ങുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇന്ന് അത്യാവശ്യമായി നാളെ എത്തേണ്ട സാഹചര്യമുള്ള പല ആവശ്യങ്ങളും ഈ യാത്രക്കാർക്കുണ്ട്. അതെല്ലാം മുടങ്ങിപ്പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ അതിനുശേഷം ഈ ടിക്കറ്റിൻ്റെ കാര്യമായാലും ശരി, അതുപോലെ തന്നെ തുക റീഫണ്ട് ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഒരു കൃത്യമായ ഉത്തരം നൽകുവാൻ കഴിയുന്നതില്ല. പലർക്കും പല ഡേറ്റിൽ ടിക്കറ്റ് നൽകാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വിളിച്ചു ചോദിച്ചതിന് ശേഷം വന്നാൽ മതി എന്നൊരു സമീപനമാണ് ഇപ്പോൾ ഈ എയർ ഇന്ത്യയുടെ ഭാഗത്ത് സ്വീകരിച്ചതെന്നാണ് പരാതിയായി യാത്രക്കാരും ഉന്നയിക്കുന്നത്. അതായത് കൃത്യമായൊരു ഡേറ്റോ അതോ അല്ലെങ്കിൽ യാത്രയ്ക്ക് എന്ന് യാത്ര ചെയ്യാൻ കഴിയുമോ എന്നതടക്കമുള്ള വിഷയത്തിലൊരു ഉത്തരം നൽകുവാൻ ഇതുവരെ എയർ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് തിരുവനന്തപുരത്ത് വിമാനത്താവളം സ്ക്രീനിന്റെ വലതുവശത്ത് പ്രേക്ഷകർ കാണുന്ന അവിടെ യാത്രക്കാർ പ്രതിഷേധിക്കുന്നതാണ്. പക്ഷേ മാധ്യമങ്ങളെ കണ്ടതോടെ ഈ വിമാനത്താവള അധികൃതരും പുറത്തേക്ക് വരാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു, അതുകൊണ്ട് തന്നെ പ്രതികരണം തേടാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം കൂടി യാത്രക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇടതുവശത്ത് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള തത്സമയമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, നെടുമ്പാശ്ശേരിയിലെ സാഹചര്യം ഇപ്പോൾ? ലക്ഷ്മി, ഇവിടെ നിന്നുള്ള 2 ഫ്ലൈറ്റുകളാണ് 8:50 ഫ്ലൈറ്റുകളാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. തന്നെ യാത്രക്കാർ ഇവിടെ എത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഫ്ലൈറ്റ് ക്യാൻസലായി എന്ന് ക്രൂവിൻ്റെ പണിമുടക്കാണ്. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. പലരും ഇവിടെ ഇന്നലെ തന്നെ എത്തി റൂം എടുത്ത് താമസിച്ചവരാണ്. ഒപ്പം യാത്രയാക്കാൻ വന്നവരൊക്കെ മടങ്ങിക്കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ അറിയുന്നത്. ഇവർക്ക് ഒരു വ്യക്തതയില്ല. ഈ ഒരു ഇപ്പം നമ്മൊന്നും ഇവിടെയൊക്കെ എത്തിയ ഒരു യാത്രക്കാരൻ തന്നെ ചോദിക്കും, എന്താണ് ഭാഗത്തുനിന്നുണ്ടായ ഒരു വിശദീകരണം? 5 ഫ്ലൈറ്റാണ് മസ്കറ്റിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ്. വരുമ്പോൾ മാത്രം അറിയാൻ കഴിഞ്ഞതാണ് ഫ്ലൈറ്റ് ക്യാൻസലാണ്. ക്യാബിൻ ക്രൂവിൻ്റെ പ്രശ്നം ബൈക്കാണ്, അതുകൊണ്ട് ക്യാൻസലാണെന്ന് ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ അറിയുന്നത്. നമുക്കിത് നേരത്തെ അവർക്കൊന്ന് ഇൻഫോം ചെയ്താൽ മതിയായിരുന്നു, കുഴപ്പമില്ല. നമ്മൾ ആ ഒരു ഡിലേ ആയി നമ്മൾ വന്നേനെ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇത്രയും എക്സ്പെൻസുമായി ഇവിടെ വന്ന് നമ്മൾ റൂം എടുത്ത് താമസിച്ച് ഇവിടെ രാവിലെ 5 മണിക്ക് എത്തുമ്പോഴാണ് ഇത് അറിയുന്നത്. എന്തുമാത്രം ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. തിരുവനന്തപുരം ഇതൊക്കെയാണ് നമ്മളിവിടെ വന്നു ചേരുന്നത്. ഇത് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്. അതേപോലെ നമ്മൾ എന്താണ് ഇവർ ഇതിനെ സംബന്ധിച്ച് പറയുന്നത്? ഇപ്പോൾ 12 മണിക്ക് ശേഷം എങ്ങാണ്ട് അവർ ക്യാബിൻ ക്രൂവിൻ്റെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇവർക്ക് പറയാൻ പറ്റും. ബാക്കി എല്ലാവർക്കും ഇത് കൺഫേം ആണെന്ന് അവർ നമുക്ക് 9-ാം തീയതിക്കും 10-ാം തീയതിക്കും ഒക്കെ നമ്മൾ റീഷെഡ്യൂൾ ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് ടിക്കറ്റ്, പക്ഷേ അവർ തന്നെ പറയുന്നില്ല. ഇപ്പം എന്ത് ചെയ്യാൻ പോകാൻ പറ്റുമെന്ന് ഉറപ്പ് അവർക്ക് തരാൻ പറ്റും? അവർക്ക് പറയാൻ പറ്റുന്നില്ല, ഉറപ്പ് പറയുന്നില്ല. നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് യാത്ര പുറപ്പെടാൻ എത്തിയവരുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് ക്യാബിൻ ക്രൂവിൻ്റെ മീറ്റിംഗ് ഉണ്ട്. അതിനുശേഷം മാത്രം ഈ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഇനിയുള്ള യാത്ര, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ നൽകാൻ സാധിക്കും എന്നുള്ളതാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ച യാത്രക്കാർ ജനം TVയോട് വ്യക്തമാക്കുന്ന. സുധീഷിനോട് പറയുന്നത് എന്തായാലും തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോവുകയാണ്. പ്രശാന്ത, അവിടെ ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൗണ്ട് സ്റ്റാഫാണോ അവരോട് ഒന്ന് സംസാരിക്കുന്നുണ്ടല്ലോ? ഒരുപക്ഷെ ഈ യാത്രക്കാരോട് അവിടെ നിന്ന് ലഭിക്കുന്ന അറിയിപ്പുകൾ എന്താണ് ഇപ്പോൾ ഏറ്റവും പുതുതായി എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ലക്ഷ്മി, അതുതന്നെയാണ്. അതായത് ഒരു വ്യക്തമായ ഉത്തരം ഈ വിഷയത്തിൽ എയർ ഇന്ത്യ അധികൃതർ നൽകുന്നില്ല എന്നതാണ് ഈ പ്രതിഷേധത്തിന് ഇപ്പോൾ ഏറ്റവും വലിയ കാരണമായിട്ട് നിൽക്കുന്നത്. അതായത് യാത്രക്കാർ ഇപ്പോൾ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് നിങ്ങൾ കൃത്യമായ ഉത്തരം പറയണം, എല്ലാവരോടും പറയണം എന്ന രീതിയിൽ ഇപ്പോൾ യാത്രക്കാർ തന്നെ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്ന സാഹചര്യമുണ്ട്. അതായത് നിലവിൽ ഇത്തരത്തിൽ എന്താ സംഭവിക്കുന്നത് അല്ലെങ്കിൽ വൈകുന്നതിൻ്റെ കാരണം മാത്രമല്ല ഇതിൽ എന്ന് യാത്ര ചെയ്യാൻ കഴിയുമെന്ന അടക്കമുള്ള ഒരു വിഷയത്തിൽ ഒരു കൃത്യമായ ഒരു ഉത്തരം ഇതുവരെ ഈ എയർ ഇന്ത്യ അധികൃതർ നൽകിയിട്ടില്ല. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയരുന്നതിൻ്റെ ഒരു കാരണം. എന്തായാലും ശക്തമായൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള നടപടിയിൽ വളരെയേറെ പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട്. പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് എത്തിയവരാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇത്തരത്തിലൊരു സമരം ഉണ്ടാകുന്ന വിവരം. എന്നാൽ നേരിട്ട് മുൻകൂട്ടി ഇത് ധരിപ്പിക്കുവാനോ യാത്രക്കാരെ അറിയിക്കുവാനോ ഈ എയർപോർട്ട് അധികൃതർ തയ്യാറായതുമില്ല. അത് പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. മാത്രമല്ല എല്ലാവരും ഈ എയർപോർട്ടിലേക്ക് എത്തിയതിനു ശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്
ഇത്തരത്തിലൊരു വിഷയം അതായത് ജീവനക്കാരുടെ ഒരു പ്രതിഷേധം ഉണ്ട് എന്നത് അല്ലെങ്കിൽ ജീവനക്കാരുടെ ഒരു സമരം ഉണ്ട് എന്ന വിവരം അറിയുന്നത്. ഇതോടുകൂടിയാണ് പലർക്കും യാത്ര ക്യാൻസൽ ചെയ്യേണ്ട അല്ലെങ്കിൽ യാത്ര റദ്ദാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. പല ആവശ്യങ്ങളുമായി പോകേണ്ടിയിരുന്നവരാണ്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ യാത്രക്കാരെ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയും വിഷയവുമായി ഇവർ പരാതിയുമായെല്ലാം ഈ യാത്രക്കാർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഈ പ്രതിഷേധം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ശക്തമാകുന്നൊരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ വളരെയേറെ പ്രതിഷേധിക്കുന്നൊരു സാഹചര്യമൊക്കെ നമ്മൾ നേരത്തെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തതാണ്. ഇത്തരത്തിൽ അവരുടെ ഒരു ആവലാതിയും വിഷമവും ഒക്കെയാണ് യാത്രക്കാർ പങ്കുവയ്ക്കുന്നത്. പല ആവശ്യങ്ങളുമായി എത്തിയവരാണ്. അതുകൊണ്ട് തന്നെ ഈ അത്യാവശ്യമായ യാത്രയാണ് മുടങ്ങുവാൻ അല്ലെങ്കിൽ മുടക്കാൻ കഴിയാത്ത രീതിയിൽ മാറ്റിവെക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു യാത്രകളാണ് നിശ്ചയിച്ചാണ് വന്നിരിക്കുന്നത്. ആ സമയത്ത് ഇത്തരത്തിൽ എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നിരുത്തരവാദപരമായൊരു സമീപനം അത് ശരിയായില്ല എന്നതാണ് ഈ യാത്രക്കാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. മാത്രമല്ല മറ്റ് എന്ന് യാത്ര ചെയ്യാൻ കഴിയുമെന്ന് ഇനി എന്ന് യാത്ര ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിൽ അടക്കം ഒരു കൃത്യമായൊരു ഉത്തരം ഇവർക്ക് നൽകുവാനും കഴിയുന്നില്ല. അധികൃതരുടെ ഭാഗത്തൊരു പ്രതികരണം ഈ വിഷയത്തിൽ ഔദ്യോഗികമായ രീതിയിൽ ഒരു പ്രതികരണം ഉണ്ടാകുന്നുമില്ല. പലരോടും വ്യക്തിപരമായിട്ട് അവസ്ഥയിൽ ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശാന്ത് വിവരങ്ങൾ നൽകുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുമുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത്.